ഈ ഒരു വാഹനം യൂസ്ഡ് വാഹനമാണ്. ഇതിൻ്റെ PD ചെയ്യാൻ പോയിട്ട് ഞാൻ ആ ഓണറുമായിട്ടൊരു വാക്ക് തർക്കം ഉണ്ടായി. കാരണം നിങ്ങൾ ഈ കാണുന്ന എയർ ഇൻടേക്കിൻ്റെ ഭാഗത്ത് ഓയിൽ പനിപ്പുണ്ട്. ഓയിൽ പനിപ്പ് ഇങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PCV വാൾവ് കംപ്ലൈൻ്റ് ആയി ഉണ്ടാവും. അതായത് ക്രാങ്ക് കേസ് വെന്റിലേഷൻ്റെ ആ ഒരു മർദ്ദം കുറച്ച് അത് പുറത്തേക്ക് തള്ളുന്ന ആ ഒരു സിസ്റ്റം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വാഹനത്തിന് നല്ല രീതിയിൽ പണി കിട്ടും. അപ്പോൾ അത് അഴിച്ച് സെറ്റ് ചെയ്യുന്നൊക്കെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഒരു യൂസ്ഡ് വാഹനം അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ലാഘവത്തോടെ 6 ലക്ഷത്തി സംതിങ് വിലയുള്ള ഒരു വാഹനത്തിൻ്റെ ഡീലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മാത്രമല്ലാണ്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി 2021 മോഡൽ ഒരു വാഹനമാണ്. ഇത് 2021 മോഡൽ വാഹനങ്ങൾ റീപെയിൻറ്റ് നിങ്ങൾക്ക് സർവ്വസാധാരണമാണ്. പക്ഷേ റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ഞാൻ ക്ലയൻറ്റിനെ കാണിച്ചു കൊടുത്തു. അത് ശരിക്കും മനസ്സിലാവും വെറും ലോക്കൽ വർക്ക്ഷോപ്പിൽ വെച്ച് റീപെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പൊടിയൊക്കെ പടർന്ന് പിടിച്ചിട്ട് ആ പൊടിയൊക്കെ അതുപോലെ തന്നെ വണ്ടിയുടെ ആ സൈഡിലൊക്കെ കാണാനുണ്ട്. അങ്ങനെ സംസാര വിഷയമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത ഒരു PD ആണ്. നമ്മുടെ വാഹനത്തിൻ്റെ കുറവുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കുറവല്ല, അത് നമ്മൾ കാണിക്കുന്നവരെ മണ്ടന്മാരാന്ന് പറയുന്ന ഒരു രീതി വളരെ മോശമാണ്. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാം. നല്ലത് ആ കണ്ടീഷനിൽ ആ വണ്ടി എടുക്കാൻ അവർ തയ്യാറാണെങ്കിൽ എടുക്കുക എന്നുള്ളതല്ലേ. അല്ലാതെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് വ്യക്തമായി തെളിവടക്കം കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ മണ്ടനാക്കുന്ന തീരുമാനത്തോടെ എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.